എൻ്റെ കറുപ്പാണ് എൻ്റെ അഴക്, എൻ്റെ കുലത്തിൻ്റെ ചോരയാണ് എന്നെ കലാകാരനാക്കിയത്. നീയൊന്നും എൻ്റെ ഏഴയലത്ത് വരില്ല മോളെ, നീയൊന്നും എൻ്റെ ഏഴയലത്ത് വരില്ല മോളെ. കലാഭവൻ മണി നേരിട്ടതിലും വലിയ ജാതി അധിക്ഷേപമാണ് താൻ നേരിട്ടതെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് RLV രാമകൃഷ്ണൻ. പ്രശസ്ത നർത്തകി കലാമണ്ഡലം സത്യഭാമയുടെ ജാതി അധിക്ഷേപ പരാമർശത്തിൽ RLV രാമകൃഷ്ണൻ നൽകിയ ചുട്ട മറുപടിയാകട്ടെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലാകുന്നു. മാത്രമല്ല, രാമകൃഷ്ണനെ നമുക്കറിയാം, കലാഭവൻ മണിയായ തന്റെ ചേട്ടന്റെ ഉയർപ്പാതിയായി കൊണ്ടു നടന്ന കൂടപ്പിറപ്പാണ് RLV രാമകൃഷ്ണൻ. തന്നെക്കുറിച്ച് പറയുന്നതിനേക്കാൾ ഏറെ അദ്ദേഹം തന്റെ ചേട്ടന് നൽകിയ സ്നേഹ വായ്പകളെ കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത്. ഇടയ്ക്ക് എപ്പോഴോ കണ്ണീർ നനവുള്ള തന്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം വികാരത്തോടെ സംസാരിച്ചതെല്ലാം തന്നെ നാം കേട്ടതാണ്. അതായത് അവഗണനയിലും ഒറ്റപ്പെടുത്തലിലുമൊക്കെ മനംനൊന്ത് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഇരുണ്ട ഒരു ഭൂതകാലം ഈ കലാകാരനുണ്ടായിരുന്നു. പക്ഷേ സഹൃദയരുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് രാമകൃഷ്ണൻ തിരികെ വന്നു. ജാതി അധിക്ഷേപവും അവഹേളനവും ആ മനുഷ്യനെ വീണ്ടും കുത്തി നോവിക്കുമ്പോൾ പഴയ സങ്കട വാക്കുകളൊക്കെ വീണ്ടും ഉയർന്നു കേൾക്കുകയാണ്. ഒരു പട്ടികജാതി കലാകാരന് ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്നുള്ളത്. ഇതുപോലെയുള്ള ജീർണിച്ച മനസ്സുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് രാമകൃഷ്ണൻ പറയുന്നത്. RLV രാമകൃഷ്ണന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: പ്രിയ കലാസ്നേഹികളെ, കലാമണ്ഡലം എന്ന അതുല്യനാമം പേരോട് ചേർത്ത ഒരു കലാകാരി എന്നെ വീണ്ടും വീണ്ടും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാക്ക പോലെ കറുത്തവനാണെന്നും ശരീരത്തിന് നിറവും സൗന്ദര്യമുള്ളവൻ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നും എന്നെ കണ്ടാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നും സുന്ദരികളായ സ്ത്രീകൾ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നും എനിക്ക് വിദ്യാഭ്യാസ യോഗ്യതയില്ല എന്നൊക്കെയാണ് ഇവർ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. ഞാൻ ഏതോ ഒരു സ്ഥാപനത്തിൽ എന്തോ ഒന്ന് പഠിച്ചു എന്നാണ് അവർ പുലമ്പുന്നത്. എന്നാൽ സത്യസന്ധതയോടെ പഠിച്ച് വിജയിച്ചിട്ടാണ് ഞാൻ ഈ രംഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത്. 1996 മുതൽ തൃപ്പൂണിത്തറ RLV കോളേജിൽ മോഹിനിയാട്ട കളരിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ കലാകാരനാണ് ഞാൻ. 4 വർഷത്തെ ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയും കഴിഞ്ഞതിന് ശേഷം MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA മോഹിനിയാട്ടം 1ാം റാങ്കോടെ പാസ്സായിട്ടുണ്ട്. ഇതുകൂടാതെ ഇവർ പറയുന്ന കേരള കലാമണ്ഡലത്തിൽ നിന്ന് പെർഫോമിംഗ് ആർട്സിൽ MPhil ടോപ്പ് സ്കോറായി പാസ്സാവുകയും ഇതേ സ്ഥാപനത്തിൽ തന്നെ മോഹിനിയാട്ടത്തിൽ PhD പൂർത്തിയാക്കുകയും ചെയ്തു. UGCയുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ആകുന്നതിനുള്ള നെറ്റ് പരീക്ഷയും വിജയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ദൂരദർശൻ കേന്ദ്രം A ഗ്രേഡഡ് ആർട്ടിസ്റ്റായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. 15 വർഷക്കാലമായി കാലടി സംസ്കൃത സർവകലാശാലയിലും RLV കോളേജിലും മോഹിനിയാട്ട വിഭാഗം ഗസ്റ്റ് ലെക്ചറായും സേവനം ചെയ്തിട്ടുണ്ട്. കലാമണ്ഡലം പേരോട് ചേർത്ത ഈ അഭിവന്ദ്യ ഗുരു എന്നെ നേരത്തെയും കലാമണ്ഡലത്തിൽ വെച്ച് ആക്ഷേപിച്ചിട്ടുണ്ട്. ഞാൻ മോഹിനിയാട്ട രംഗത്ത് നിലകൊള്ളുന്നതും മോഹിനിയാട്ടത്തിൽ PhD നേടുന്നതും ഇവർക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പട്ടികജാതി കലാകാരന് നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്നുള്ളത്. ഇതുപോലെയുള്ള ജീർണിച്ച മനസ്സുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. കലാഭവൻ മണി നേരിട്ടതിലും വലിയ ജാതി അധിക്ഷേപം തന്നെയാണ് താൻ നേരിടുന്നതെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് RLV രാമകൃഷ്ണൻ. നിരന്തരം ജാതി അധിക്ഷേപം നടക്കുകയാണ്. സത്യഭാമയുടെ പരാമർശം പട്ടികജാതി സമൂഹത്തെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. പരാമർശത്തിനെതിരെ നിയമ നടപടിയുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. കാക്കയുടെ നിറമായതുകൊണ്ട് മോഹിനിയാട്ടം RLV രാമകൃഷ്ണന് ചേരുന്നതല്ല എന്നായിരുന്നു കലാമണ്ഡലം സത്യഭാമയുടെ അധിക്ഷേപം. മോഹിനിയാട്ടം സ്ത്രീകൾക്കുള്ളതാണെന്നും സത്യഭാമ അധിക്ഷേപിച്ചു. മോഹിനിയാട്ടം സ്ത്രീകൾക്കുള്ളതാണ്. സൗന്ദര്യമുള്ള പുരുഷന്മാർക്ക് മാത്രമേ മോഹിനിയാട്ടം ഭംഗിയിൽ ചെയ്യാൻ കഴിയൂ. നിറമുള്ള ശരീരവും ഭംഗിയുള്ളവരും മാത്രമേ മോഹിനിയാട്ടം കളിക്കാവൂ എന്നും സത്യഭാമ പറയുകയാണ്. കോളേജ് പഠനകാലത്തും താൻ ഏറെ അയിത്തം നേരിട്ടിട്ടുണ്ട് എന്നാണ് RLV രാമകൃഷ്ണൻ പറയുന്നത്. പല മോഹിനിയാട്ടം ക്ലാസുകളിൽ നിന്നും ശില്പശാലകളിൽ നിന്നും തന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്. അങ്ങനെ ജാതി വിവേചനവും ലിംഗവിവേചനവും ഒക്കെ നിരവധി നേരിട്ടിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ ചേട്ടൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു താങ്ങുണ്ടായിരുന്നു. ഇന്ന് അതില്ല. അതുകൊണ്ടാണ് ഇതിനു മുമ്പ് താൻ ആത്മഹത്യാ ശ്രമം വരെ നടത്തിയത്. പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ദൈവമേ, എന്തിനാണ് നീ ഞങ്ങൾക്ക് ഇത്തിരി കലാവാസന തന്നത്? അതില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പോഴും ചാലക്കുടിയിൽ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുമായിരുന്നല്ലോ. മണിച്ചേട്ടന്റെ മരണത്തിൽ നിന്നും കുടുംബം ഇപ്പോഴും കരകയറിയിട്ടില്ല. ചേട്ടൻ പോയതോടെ ഞങ്ങൾ പഴയതുപോലെ ഏഴാംകൂലികളായി. സാമ്പത്തിക സഹായം മാത്രമല്ല, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളുണ്ട് എന്ന തോന്നലുണ്ടായിരുന്നു. മോൾ ലക്ഷ്മി ഒരു ഡോക്ടറാക്കണമെന്നും നാട്ടുകാരെ സൗജന്യമായി ചികിത്സിക്കണമെന്നുമൊക്കെ മണിച്ചേട്ടന്റെ ആഗ്രഹങ്ങളാണ്. അതിനുള്ള കഠിന ശ്രമത്തിലാണ് അവൾ. ചേട്ടൻ വാങ്ങിയിട്ടിരുന്ന വീടുകളുടെ വാടകയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ചേട്ടത്തിയമ്മയും മോളും ജീവിക്കുന്നത്. 4.5 സെന്റിലെ കുടുംബ വീട്ടിലാണ് ഞാനും ഒരു ചേച്ചിയും താമസിക്കുന്നത്. ചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരെയും സഹായിച്ചു. ചേട്ടൻ പോയതോടെ സഹായിക്കാൻ ആരുമില്ലാതെയായി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.